Today we are going to learn 9th Standard History, Chapter 5. Okay. സമ്പത്തും സമൂഹവും മധ്യകാല ഇന്ത്യയിൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ച എന്താണ്? വാണിജ്യവും കച്ചവടത്തെ കുറിച്ചാണ് പഠിച്ചത്. അതായത് ഇന്ത്യയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, ഇറാൻ, ഇംഗ്ലണ്ട്, പോളണ്ട്, അതുപോലെ പോളണ്ട് അല്ല ഹോളണ്ട്, ചൈന, പോർച്ചുഗൽ, അതുപോലെ ഫ്രാൻസ് ഒക്കെയാണ് ഇന്ത്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ വാണിജ്യ ബന്ധങ്ങളുടെ പാതകൾ, അതായത് ഒന്ന് തീരദേശ വാണിജ്യം എന്നറിയപ്പെട്ടു. അതുപോലെ തന്നെ ഏതാണ് തീരദേശ വാണിജ്യവും കരവഴിയുള്ള വാണിജ്യം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ പാതകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്? അതിന്റെ ബാക്കി ഭാഗമാണ്. ഓക്കെ. പരുത്തി തുണിത്തരങ്ങളും അതുപോലെ നീലം, ഉപ്പ്, പഞ്ചസാര എന്നിവയായിരുന്നു പ്രധാനമായി ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഐറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ലോഹങ്ങൾ, തുകൽ, വെൽവെറ്റ്, ഉണങ്ങിയ പഴങ്ങൾ, കുതിരകൾ എന്നിവയായിരുന്നു പ്രധാന ഇറക്കുമതി. ഓക്കെ. അതുപോലെ അറബികൾ വഴിയാണ് മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുതിരകളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിരകളെ കച്ചവടം ചെയ്തിരുന്നവർ ദക്ഷിണേന്ത്യയിൽ കുതിരച്ചെട്ടികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അപ്പൊ അതുപോലെ തന്നെ കച്ചവട പുരോഗതിക്കൊക്കെ ആയിട്ട് ഭരണാധികാരികൾ എന്ത് ചെയ്തു? വിവിധ നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തേന്ന് പറഞ്ഞത് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകൾ നിർമ്മിച്ചു. അപ്പൊ നമുക്കറിയാം, ഒരു കച്ചവടം ചെയ്യണമെങ്കിൽ റോഡ് വളരെയധികം ആവശ്യമാണ്, അല്ലേ? അപ്പൊ റോഡുകൾ നിർമ്മിച്ചു. അതുപോലെ വായ്പ കൊടുത്താൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കച്ചവട സാധനങ്ങൾ വാങ്ങാനും അത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് അവർക്ക് വായ്പകൾ നൽകുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഈ കച്ചവടം ചെയ്യാൻ വരുന്നവർക്ക് വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇതൊക്കെയാണ് വിവിധ നടപടികൾ കച്ചവട പുരോഗതി ആക്കാൻ വേണ്ടിയിട്ട് ഭരണാധികാരികൾ ചെയ്ത നന്മകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഏകീകൃത നിയമ സമ്പ്രദായം നടപ്പിലാക്കി, തപാൽ സംവിധാനം കാര്യക്ഷമമാക്കി, കാര്യക്ഷമമായ നാണയ സംവിധാനം. നമുക്കറിയാം, കച്ചവടം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് വേണം? നാണയങ്ങളുടെ ഉപയോഗവും കൂടെ ആവശ്യമായി വന്നു. അപ്പോൾ നാണയ സംവിധാനമൊക്കെ നടപ്പിലാക്കി. അതുപോലെ തന്നെ നമുക്കറിയാം, സൽത്തനത്ത് കാലത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ കാര്യക്ഷമമായ ഒരു നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു. തങ്ക എന്ന വെള്ളി നാണയവും ജിതൽ എന്ന ചെമ്പു നാണയവുമാണ് അക്കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലേക്ക് പഠിച്ചു. നാണയ വ്യവസ്ഥയിൽ ഷേർഷ കാര്യമായ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം പ്രചാരത്തിലാക്കിയ വെള്ളി നാണയമായ റുപ്പി ദീർഘകാലം നിലനിന്നു. അപ്പോൾ ഷേർഷ കൊണ്ടുവന്നതാണ് ഏത്? വെള്ളി നാണയമായ റുപ്പി എന്ന് ഓർത്തുവെക്കുക. പിന്നെ അതുപോലെ തന്നെ അക്ബർ ചക്രവർത്തി ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ഇലാഹി എന്ന പേരിൽ സ്വർണ്ണ നാണയവും പുറത്തിറക്കി. അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? അക്ബർ ചക്രവർത്തി കൊണ്ടുവന്നത് ഏതൊക്കെയാണ്? സ്വർണ്ണ നാണയത്തെ ഇലാഹി എന്നും ജലാലി എന്ന പേരിൽ വെള്ളി നാണയവും ആര് കൊണ്ടുവന്നു? അക്ബർ കൊണ്ടുവന്നു. അപ്പോ റുപ്പി എന്ന് പറയുന്നത് ആരാണ് കൊണ്ടുവന്നത്? റുപ്പി ആരാണ് കൊണ്ടുവന്നത്? ഷേർഷയാണ് കൊണ്ടുവന്നത്. റുപ്പി എന്ന് ഓർത്തു വയ്ക്കുക. അക്കാലത്ത് ഉപയോഗിച്ച നാണയങ്ങളുടെ ഇമേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലായല്ലോ, അല്ലേ? അപ്പോൾ അടുത്തത്, ആദ്യകാലത്ത് നമ്മൾ പറഞ്ഞു അറബികളായിരുന്നു കച്ചവടക്കാരിൽ പ്രധാനികൾ. അപ്പൊ ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മധ്യകാലത്തിൽ, അതായത് മധ്യകാല ലോകത്ത് ആദ്യകാലത്തെ കച്ചവടക്കാർ ആരായിരുന്നു? അല്ലെങ്കിൽ ആരായിരുന്നു കച്ചവടം ചെയ്യാൻ എത്തിയത്? ആരാണ്? നമ്മുടെ അറബികളാണ്. പോർച്ചുഗീസുകാരുടെ വരവോടെ അറബികൾ പിന്തള്ളപ്പെടുകയും അവരുടെ സ്ഥാനം പോർച്ചുഗീസുകാർ. അപ്പോൾ രണ്ടാമത് വന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അതും ഓർത്തു വെക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു പോർച്ചുഗീസുകാരനെ നമുക്കറിയാം, അല്ലെ? എല്ലാവർക്കും അറിയാമായിരിക്കും. 1498 വാസ്കോഡ ഗാമ എവിടെ എത്തി? നമ്മുടെ കോഴിക്കോട് എത്തിയതോടെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള കച്ചവടത്തിന് തുടക്കമായത്. അപ്പോൾ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ കാലുകുത്തിയത് എന്നാണ്? നമ്മുടെ 1498 വാസ്കോഡ ഗാമ കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നത് എന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണ് ഇന്ത്യയും യൂറോപ്പും തമ്മിൽ നേരിട്ടുള്ള ഒരു കച്ചവടത്തിന് തുടക്കം കുറിച്ചത് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ പിന്നെ പോർച്ചുഗീസുകാർക്ക് ശേഷം ആരാണ് വന്നത്? ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയപ്പോൾ ആദ്യകാലത്ത് എത്തിയത് അറബികളായിരുന്നു. രണ്ടാമത് അറബികൾക്ക് ശേഷം പിന്നെ ആരാണ് വന്നത്? പോർച്ചുഗീസുകാർ വന്നു. പിന്നെ ആര് വന്നു? അത് കഴിഞ്ഞിട്ട് നമ്മുടെ
ഡച്ചുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഇംഗ്ലീഷുകാർ വന്നു. അപ്പോൾ അവരൊക്കെ ഇന്ത്യയിലെത്തി. അതായത് സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, നീലം, പഞ്ചസാര, ഉപ്പ് എന്നിവയായിരുന്നു ഇന്ത്യയിൽ നിന്ന് പ്രധാനമായി ഇവർ ശേഖരിച്ചത്. മുൻകാല വാണിജ്യത്തിൽ നിന്ന് ഇക്കാലത്തുണ്ടായ പ്രധാന മാറ്റം യൂറോപ്യർ കച്ചവട കുത്തകയ്ക്ക് വേണ്ടി പരസ്പരം മത്സരിക്കുകയും ഇന്ത്യയെ സാമ്രാജ്യത്വ യുദ്ധങ്ങൾക്ക് വേണ്ടി വേദിയാക്കുകയൊക്കെ ചെയ്തു. ഈ മത്സരത്തിൽ വിജയം നേടിയത് ആരാണ്? നമുക്കറിയാം, ബ്രിട്ടീഷുകാരാണ്. എല്ലാവരെയും പരാജയപ്പെടുത്തി വിജയം നേടിയത് ആരാണ്? ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇന്ത്യയെ പിടിച്ചടക്കിയതെന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാരാണ് ആധിപത്യം സ്ഥാപിച്ചത് ഇന്ത്യയിൽ. അപ്പൊ ആദ്യം വന്നത് ആരാണ്? അറബികളാണ്. രണ്ടാമത് വന്നത് പോർച്ചുഗീസുകാരാണ്. പിന്നെ വന്നത് ഡച്ചുകാര്, ഫ്രഞ്ചുകാര്, ഇംഗ്ലീഷുകാര്. അത് ഓർത്തു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് കച്ചവട രംഗത്തുള്ള പുരോഗതി എന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് മധ്യകാല ഇന്ത്യയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കാർഷികമായും അതുപോലെ വാണിജ്യമായും പുരോഗതി നഗരങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തി വരികയായിരുന്നു, അല്ലെ? അപ്പോൾ മധ്യകാലഘട്ടത്തിൽ നഗര ജനസംഖ്യയിൽ വലിയ വർധനവും ഉണ്ടായി. നേരത്തെ രാജാക്കന്മാരും ബ്രാഹ്മണരും പട്ടാളക്കാരുമായിരുന്നു നഗരത്തിലെ പ്രധാന വിഭാഗങ്ങളായി ഇരുന്നത്. പിന്നെ സൽത്തനത്ത് കാലത്ത് തുകൽ പണിക്കാർ, പാചകക്കാർ, നെയ്ത്തുകാർ മുതലായ വിവിധ വിഭാഗങ്ങൾ എവിടെ വന്നു? നഗരങ്ങളിലേക്ക് കുടിയേറുകയും ആഗ്ര, ലാഹോർ, ഡൽഹി, കാണ്ടേഷ്, അഹമ്മദാബാദ്, ധാക്ക, ദൗലത്താബാദ്, ബനാറസ് തുടങ്ങിയവയായിരുന്നു പ്രധാന നഗരങ്ങൾ. ഈ നഗരങ്ങൾ ഓർത്തുവയ്ക്കുക. യുദ്ധവിജയം നേടിയ ഭരണാധികാരികൾ യുദ്ധങ്ങളിൽ പിടിച്ചെടുത്ത അടിമകളെ ധാരാളമായി എവിടെ എത്തിച്ചു? നഗരങ്ങളിലേക്ക് കൊണ്ടുവരികയും ഇത് നഗര ജനസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കുകയൊക്കെ ചെയ്തു. ഇപ്രകാരം നഗരങ്ങളിൽ എത്തിച്ചേർന്ന ജനവിഭാഗങ്ങളിലൂടെ കരകൗശല വ്യവസായങ്ങൾ എന്ത് ചെയ്തു? പുരോഗതി പ്രാപിച്ചു. നഗരങ്ങളുടെ കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളായിരുന്ന ഖാർഖാനകളെ പറ്റി നമ്മൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഖാർഖാനകൾ, അതായത് കരകൗശല വസ്തുക്കളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഖാർഖാനകൾ എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ നഗര ജനസംഖ്യയിലെ വർധനവ് കൂടുന്നതിനനുസരിച്ച്, അതായത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഉൽപ്പന്നങ്ങളുടെ ആവശ്യകതയും വർദ്ധിച്ചു വന്നു. അങ്ങനെ നഗരങ്ങൾക്ക് ഗ്രാമീണ ഉൽപ്പന്നങ്ങളെ ഏറെ ആശ്രയിക്കേണ്ടി വന്നു. ഇത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ എന്ത് ചെയ്യും? ശക്തിപ്പെടുത്തും. അങ്ങനെ ഗ്രാമങ്ങളായിരുന്നു പ്രധാന ഉൽപാദന കേന്ദ്രങ്ങൾ എന്ന് ഓർത്തു വെക്കുക. അതായത് നഗരത്തിലുള്ള ജനങ്ങൾ ഗ്രാമത്തെയാണ് ആശ്രയിച്ചിരുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഗ്രാമത്തിൽ എന്ത് ചെയ്യും? സമ്പദ് വ്യവസ്ഥ വളരെയധികം ഉയർന്നുകൊണ്ടേയിരിക്കും, അല്ലേ? അപ്പോൾ സമ്പദ് വ്യവസ്ഥ ശക്തമാവുകയും ചെയ്യും. അതായിരുന്നു അക്കാലത്തെ വാണിജ്യവും കച്ചവടവും തമ്മിലുള്ള വികസനം എന്ന് പറയുന്നത്. അടുത്ത് ലെറ്റസ് മൂവ് ഓൺ. മധ്യകാല ഇന്ത്യൻ സമൂഹം എന്താണെന്ന് നോക്കും. അതായത് നമ്മൾ ഇതുവരെ പഠിച്ചത് മധ്യകാല ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചാണ്, അല്ലെ? അപ്പോൾ അടുത്തത് നമ്മൾ അക്കാലത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ അതായത് മൂന്ന് വിഭാഗമായിട്ടാണ് സമൂഹത്തെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഉപരിവർഗം, മധ്യവർഗം, താഴ്ന്ന വിഭാഗം എന്നിങ്ങനെ 3 തട്ടുകളായി തിരിച്ചിരുന്നു. കണ്ടോ? മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ ഉപരിവർഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? നമ്മുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരുമാണ്. മധ്യവർഗത്തിൽ വരുന്നത് ചെറുകിട മാൻസാബ്ദാർമാരും അതുപോലെ കച്ചവടക്കാരുമാണ് എന്ന് ഓർത്തു വെക്കുക. താഴ്ന്ന വിഭാഗത്തിൽ വരുന്ന ആരാണ്? കൃഷിക്കാർ, കരകൗശല പണിക്കാർ, അടിമകൾ, ഇവരൊക്കെയാണ് താഴ്ന്ന വിഭാഗത്തിൽ വരുന്നത്. അപ്പോൾ സമൂഹത്തെ 3ആയിട്ട് മധ്യകാല ഇന്ത്യയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഭൂരിഭാഗവും ആരായിരുന്നു? ജനങ്ങളിൽ ഭൂരിഭാഗവും കർഷകരായിരുന്നു, അല്ലെ? ഭൂ ഉടമകൾ പൊതുവെ മെച്ചപ്പെട്ട ജീവിതം നയിച്ചപ്പോൾ കർഷകരുടെ ജീവിതം എങ്ങനെയായിരുന്നു? വളരെ ദുരിതപൂർണമായിരുന്നു. നികുതി ഭാരം അവരുടെ ചുമലിലായിരുന്നു. സ്വന്തമായി ഭൂമിയില്ല, അതുപോലെ കാളയോ കലപ്പയോ ഇല്ലാത്തവരായിരുന്നു ഈ കർഷകരെന്ന് പറയുന്നത്. നമ്മൾ മുഗൾ ഭരണകാലഘട്ടത്തിലെ ചരിത്ര രേഖകൾ നൽകുന്ന വിവരണം അനുസരിച്ച് ഉത്കഷ്ത എന്ന് പറയുന്നത്, അതുപോലെ പാഹി കഷ്ത എന്നിങ്ങനെ 2 വിഭാഗം കർഷകർ ഉണ്ടായിരുന്നു എന്നാണ് മുഗൾ കാലഘട്ടത്തിലെ കാർഷിക ഇതുമായി ബന്ധപ്പെട്ട വിവരണം അനുസരിച്ച് അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മുഗൾ കാലഘട്ടത്തിൽ കർഷകരെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കഷ്തയും അതുപോലെ പാഹി കഷ്ത എന്ന് പറയുന്നത്. അതായത് ഈ കഷ്ത എന്ന് പറയുന്നത് സ്വന്തമായി കൃഷിയിടങ്ങൾ ഉള്ളവരും അതുപോലെ കുടുംബത്തോടൊപ്പം കൃഷി ചെയ്ത് ജീവിക്കുന്നവരും ആവശ്യമെങ്കിൽ കൂലിക്കാരെ ഉപയോഗിച്ച് കൃഷി ചെയ്യിക്കുകയും ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ്, വിഭാഗത്തിൽപ്പെട്ടവരാണ് കഷ്ത എന്ന് പറയുന്നത്. അടുത്ത പാഹി കഷ്ത എന്ന് പറയുന്നത് എന്താണ്?
മറ്റുള്ളവരുടെ കൃഷിഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. എന്താണ്? പാഹി, കഷ്ത. അപ്പോ ഇങ്ങനെ രണ്ട് വിഭാഗം കർഷകർ മുഗൾ കാലഘട്ടത്തെ കാർഷിക രംഗത്തെ പ്രബല വിഭാഗം സെമീന്ദാർമാരായിരുന്നു. അപ്പൊ സെമീന്ദാർമാരായിരുന്നു മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തെ പ്രബല വിഭാഗം എന്ന് ഓർത്തു വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവർ വിശാലമായ കൃഷിയിടങ്ങളുടെ അധിപന്മാരായിരുന്നു. ആര്? ഈ സെമീന്ദാർമാർ എന്ന് പറയുന്നത്. അവർ നേരിട്ട് കൃഷി നടത്തില്ല, പക്ഷെ എന്ത് ചെയ്യും? മറ്റുള്ളവരെ ഉപയോഗിച്ച് കൃഷി ചെയ്യിക്കും. സമൂഹത്തിൽ ഉന്നത സ്ഥാനം അനുഭവിച്ചിരുന്ന സെമീന്ദാർമാർ എന്ത് ചെയ്തു? ഭരണാധികാരികൾക്ക് വേണ്ടി നികുതി മാത്രം എന്ത് ചെയ്യും? പിരിച്ചെടുക്കും. അവർക്ക് സ്വന്തമായി കോട്ടയും സൈനികരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉന്നത ജാതിയിൽപ്പെട്ട സെമീന്ദാർമാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ദേശ്മുഖ്, പാട്ടീൽ, നായക് മുതലായ പേരുകളിലാണ് അറിയപ്പെട്ടത്. അപ്പൊ സെമീന്ദാർമാരായിരുന്നു അക്കാലത്ത് പ്രമുഖർ എന്ന് ഓർത്തു വെക്കുക. അവരെ അറിയപ്പെട്ടിരുന്ന പേരാണ് ദേശ്മുഖ്, പാട്ടീൽ, നായക്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരും, ദേശ്മുഖ്, പാട്ടീൽ എന്ന് അറിയപ്പെട്ടിരുന്ന വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ആരാണ്? സെമീന്ദാർമാരെ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഏത്? ദേശ്മുഖും പാട്ടീലും നായക് എന്നൊക്കെ ഓർത്തു വെക്കുക. ഇത് മുഗൾ കാലഘട്ടത്തിലെ കൃഷി സമ്പ്രദായത്തെ കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ, അപ്പോൾ എന്താണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്? അടിമ സമ്പ്രദായം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. എന്താണ് അടിമ സമ്പ്രദായം? അതായത് മധ്യകാല ഇന്ത്യൻ സമൂഹത്തിൽ അടിമ സമ്പ്രദായം എന്ത് ചെയ്തു? നിലനിന്നിരുന്നതായി അക്കാലത്ത് ഇന്ത്യ സന്ദർശിച്ച സഞ്ചാരികളൊക്കെ കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ സി 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഇബ്നു ബത്തൂത്ത നമ്മൾ കുറച്ചു നേരത്തെ പഠിച്ചു ഈ ചാപ്റ്ററിൽ തന്നെ. അപ്പോൾ അദ്ദേഹം എന്നാണ് 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. അന്നത്തെ ഡൽഹി ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഓക്കെ, സമ്മാനിക്കാൻ കുതിരകളെയും ഒട്ടകങ്ങളെയും അടിമകളെയും വാങ്ങിയതായി പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇത് ഒരുപാട് ചാപ്റ്ററുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ കൊട്ടാരത്തിലെ അടിമകൾ നൃത്തത്തിലും സംഗീതത്തിലും നിപുണരായിരുന്നവരെന്നും അദ്ദേഹം രേഖപ്പെടുത്തിയിരുന്നു. അടിമകൾക്ക് വേണ്ടി പ്രത്യേകം അടിമ ചന്തകൾ ഉണ്ടായിരുന്നു. യുദ്ധ തടവുകാരായി പിടികൂടിയവരായിരുന്നു അടിമകളിൽ ഭൂരിഭാഗവും. ഇതിനു പുറമെ ആഫ്രിക്കൻ പ്രദേശത്ത് നിന്നും കൂടുതലായിട്ട് അടിമകളെ ഇറക്കുമതി ചെയ്തിരുന്നത് എവിടെ നിന്നാണ്? ആഫ്രിക്കൻ പ്രദേശത്ത് നിന്നാണ്. അപ്പോ 14-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ചത് ആരാണ്? ഇബ്നു ബത്തൂത്തയാണ്. അന്നത്തെ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ആണ്. അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കുതിരകളെ, ഒട്ടകങ്ങളെ, അടിമകളെയൊക്കെ വാങ്ങിയതായി പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് ഓർത്തു വെക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? മധ്യകാല ഇന്ത്യൻ സമൂഹത്തെ കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ അടിമ സമ്പ്രദായത്തെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് പഠിച്ചു. പിന്നെ ഇന്ത്യയിലെ നഗരങ്ങൾ, മധ്യകാല ഇന്ത്യയിലെ കാർഷിക വാണിജ്യ നഗരങ്ങൾ ഏതൊക്കെയെന്ന് പഠിച്ചു. ഒന്ന് വിട്ടുപോയി, അതായത് ഉല്ലാഖും ദാവയും എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതായത് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന 2 തരം തപാൽ സമ്പ്രദായങ്ങളായിരുന്നു ഉല്ലൂഖും ദാവയും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തരാം, ഉല്ലൂഖും ദാവയും എന്നറിയപ്പെടുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്ത് സമ്പ്രദായമാണ് എന്ന് ചോദിച്ചാൽ എന്താണ്? തപാൽ സമ്പ്രദായത്തെയാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ കുതിരകളെ ഉപയോഗിച്ചാണ് തപാലുകൾ കൈമാറിയത്. ദാവ എന്നത് കാൽനടയായുള്ള തപാൽ സമ്പ്രദായമായിരുന്നു. ഇതിൽ ഓരോ മൈലിലും 3 വീതം കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പം so don't forget to watch my channel. If you like my channel, please like, share and subscribe. Okay, see you tomorrow. Okay, thank you.